ഏറെ വിഷമത്തോടു കൂടിയാണ് ഇന്ന് ഈ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രകൃതി ദുരന്തമാണ് നമ്മുടെ വയനാട്ടിൽ നടന്നത്. തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നെഞ്ചുപൊട്ടി നിൽക്കുന്ന ഒരു ജനതയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കഠിന സാഹചര്യത്തിലും കയ്യും മെയ്യും രാവും പകലും എല്ലാം മറന്ന് അഹോരാത്രം കഷ്ടപ്പെട്ട് ഒരു ജീവനെങ്കിലും തിരികെ ഏൽപ്പിക്കാനാകണമേ എന്ന് കിണഞ്ഞു ശ്രമിക്കുന്ന നമ്മുടെ ഇന്ത്യൻ നേവി, ആർമി ടീമുകൾ, അതുപോലെ സ്കൂബ ഡൈവിംഗ് ടീം, സന്നദ്ധ പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, അതുപോലെ വിവിധ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾ തങ്ങളുടെ ഉച്ചവേലയും ഉടയവേലയും എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കും എന്ന കഠിന പ്രയത്നത്തോടെ പ്രവർത്തിക്കുന്ന, ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള ചങ്കുറപ്പുള്ള നാട്ടുകാർ ഈ ഒരു കഠിന സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും മനുഷ്യന് അത്യന്താപേക്ഷികമായിട്ടുള്ള ആഹാരം, വസ്ത്രം, മരുന്നുകൾ ഇവയെല്ലാം കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്ന നമ്മുടെ വ്യാപാരി, വ്യവസായി സുഹൃത്തുക്കൾ, ഇവർക്കെല്ലാം ഹൃദയത്തിൽ നിന്ന് ഒരു സല്യൂട്ട്. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്ന മലയാളിയുടെ ആ ഒരു ഐക്യത്തെ തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കന്യാകുമാരി മുതൽ ഗുജറാത്ത് വരെ ഏകദേശം 1600ഓളം കിലോമീറ്റർ നീളത്തിലും അതുപോലെ 100 കിലോമീറ്ററോളം വീതിയിലും 1,60,000 കിലോമീറ്റർ വിസ്തീർണത്തിലുമായി വ്യാപിച്ചു കിടക്കുന്ന സഹ്യപർവ്വതത്തിൻ്റെ മടിത്തട്ടിലാണ് നമ്മുടെ നാട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും അത്യപൂർവമായിട്ടുള്ള ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയാണ് നമ്മുടെ ഈ സഹ്യപർവ്വത നിര. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക നിത്യോപയോഗ സാധനങ്ങളുടെ ആ ഒരു റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നത് നമ്മുടെ ഈ സഹ്യൻ്റെ മടിത്തട്ടിൽ നിന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പലതരത്തിലുള്ള എണ്ണിയാൽ ഒടുങ്ങാത്ത ഔഷധങ്ങൾ, അതുപോലെ തന്നെ വനസമ്പത്ത്, നമ്മുടെ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പാറകൾ, മണൽ, ലോഹങ്ങൾ, ധാതുക്കൾ എന്ന് വേണ്ട എണ്ണിയാലൊടുങ്ങാത്ത സംഭാവനയാണ് നമ്മുടെ ഈ പശ്ചിമഘട്ടം നമുക്ക് സമ്മാനിക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ കേരളത്തിൻ്റെ ഈ ഒരു കാലാവസ്ഥയിൽ വലിയൊരു പങ്ക് വഹിക്കുന്നതും നമ്മുടെ ഈ സഹ്യപർവ്വത നിരകൾ തന്നെയാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിൽ വളരെ വീക്കായിട്ടുള്ള അല്ലെങ്കിൽ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ വളരെയധികം ഉണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വർഷങ്ങളായിട്ട് തുടർന്ന് വരുന്ന നമ്മുടെ അശാസ്ത്രീയമായിട്ടുള്ള കെട്ടിട നിർമ്മാണ രീതികൾ, പിന്നെ ക്വാറികളുടെ പ്രവർത്തനം, ഖനനം, ഇതൊക്കെ ഒരു പരിധി വരെ അതിന് കാരണമാകാറുണ്ട്. ഇതൊന്നും നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്ക് നല്ലൊരു വീട് വേണമെങ്കിൽ, നല്ലൊരു നിർമ്മിതി വേണമെങ്കിൽ, നമ്മുടെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ വേണമെങ്കിൽ, ഇതെല്ലാം നമുക്ക് തീർച്ചയായിട്ടും വേണ്ടിയിട്ടുള്ള ഘടകമാണ്. ഒരിക്കലും നമുക്ക് അവയെ പൂർണ്ണമായിട്ടൊന്നും ഒഴിവാക്കാൻ സാധ്യമല്ല. പക്ഷേ എല്ലാത്തിനും ഒരു നിയന്ത്രണം എന്നുള്ളത് തീർച്ചയായിട്ടും വേണ്ടതാണ്. പശ്ചിമഘട്ട മലനിരകളെ ആശ്രയിച്ച് കഴിയുന്ന വളരെയധികം കർഷകരുള്ള ഒരു സമൂഹമാണ് നമ്മുടെ കേരളം. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ കൃഷിയിടങ്ങൾ വിട്ട് അവർക്ക് പോകാൻ വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ടെക്നോളജികൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തിനേറും പറഞ്ഞാൽ ടെക്നോളജിയുടെ ഒരു അതിപ്രസരം എന്ന് വേണമെങ്കിൽ പറയാം. 1-2 കീവേഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇമേജുകൾ സൃഷ്ടിക്കാനും വീഡിയോകൾ സൃഷ്ടിക്കാനും തന്നെ കവിത എഴുതാനും കഥ എഴുതാനും എന്ന് വേണ്ട മരിച്ചുപോയ ആൾക്കാരെ വെച്ച് ക്യാരക്ടർ വെച്ച് സിനിമ ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. എന്തിനേറെ പറയണം, ലക്ഷക്കണക്കിന് പ്രകാശവർഷം അകലെയുള്ള നക്ഷത്രങ്ങളിലെ ഗ്രഹങ്ങളിൽ ജീവനുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി നമുക്കുണ്ട്. പക്ഷേ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ മണ്ണിനടിയിൽ ആണ്ടുകൂടുന്നു പോയ ജീവനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നില്ല. എന്തിനേറെ പറഞ്ഞാൽ ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പോഴും ഒരു റോബോട്ടും ആയിരിക്കത്തില്ല രക്ഷിക്കുന്നത്, മനുഷ്യൻ തന്നെയാണ് രക്ഷിക്കുന്നത്. കൂടുതലും നമ്മൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ള യന്ത്ര സാമഗ്രികളും മറ്റും നമ്മുടെ വർക്കുകൾ എളുപ്പമാക്കാൻ നമ്മൾ അസിസ്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ടെക്നോളജികൾ എങ്ങനെ നമുക്കിതിൽ യൂട്ടിലൈസ് ചെയ്യാം? അപ്പോൾ തീർച്ചയായിട്ടും പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് ഒരു കാരണവശാലും പൂർണ്ണമായിട്ടും ഒഴിവാക്കാനോ അല്ലെങ്കിൽ അതിനെ വഴിതിരിച്ചു വിടാനോ ഉള്ള ടെക്നോളജീസോ അതിനുള്ള ശക്തിയോ നമുക്കില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ പ്രകൃതിയിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങളെപ്പോലും വളരെ നേരത്തെ തന്നെ സെൻസ് ചെയ്യുകയും അത് പ്രകാരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ, മെഷീൻ ലേണിങ്ങിൻ്റെ ഒക്കെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തി വളരെ നേരത്തെ തന്നെ വാണിംഗ് കൊടുക്കാൻ സാധിക്കുവാണെങ്കിൽ ഒരുപക്ഷെ ആയിരക്കണക്കിന് പേരുടെ ജീവൻ രക്ഷപ്പെട്ടേക്കാം. നമുക്കറിയാം, നമ്മുടെ ഈ ടെക്നോളജികളൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മെയിനായിട്ടും എൻ്റർടൈൻമെൻറ്റ് മേഖല, കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ മീഡിയ, കമ്പ്യൂട്ടർ ടെക്നോളജി ഇവയിലെല്ലാമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു 10% അംശമെങ്കിലും നമ്മുടെ നാച്ചുറൽ ഡിസാസ്റ്റർ പ്രൊഡിക്ഷന് വേണ്ടിയോ അല്ലെങ്കിൽ ജിയോളജിക്കൽ സർവേ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂട്ടിലൈസ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ വളരെ അനായാസം നമുക്ക് മുൻകൂട്ടി കണ്ടെത്താൻ സാധിക്കും. ഇപ്പോഴും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, നമ്മുടെ നാച്ചുറൽ ഡിസാസ്റ്റർ സിസ്റ്റംസ് എല്ലാം അതിൻ്റെ ശൈശവദശയിൽ തന്നെയാണ്. അത് ബാക്കിയുള്ള മേഖലകൾ പോലെ വളർന്നു വരുന്നില്ല. അല്ലെങ്കിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴായിരിക്കും അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം നമ്മൾ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ കേരളം പോലെ ഇങ്ങനെ തട്ടുതട്ടായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വിവിധ തരത്തിലുള്ള സെൻസറുകളെ തമ്മിൽ ഇൻ്റർകണക്ട് ചെയ്തുള്ള നെറ്റ്വർക്കുകളുടെ ആവശ്യം ഭാവിയിൽ തീർച്ചയായിട്ടും വേണ്ടി വരും. കാരണം ഇങ്ങനെയുള്ള ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് ചില കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ സെൻസറുകൾ വഴി ലഭ്യമാകും.
അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലാൻഡ് സ്ലൈഡുകൾ അല്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഇൻക്ലിനോമീറ്ററുകൾ, അതായത് മണ്ണിൻ്റെ ആ ലെയറിൻ്റെ ഒരു ചെരിവ് ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്ന സെൻസറുകൾ സ്ഥാപിക്കുക. അതുപോലെ നമ്മുടെ ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുന്ന മഴയും അതുമൂലം ഉണ്ടാകുന്ന ജലത്തിൻ്റെ ആ ഒരു പ്രഷറുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ജലത്തിൻ്റെ അണ്ടർ വാട്ടർ പ്രഷർ തീർച്ചയായിട്ടും ഒന്ന് മെഷർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അണ്ടർ വാട്ടർ പ്രഷർ എത്രയാണെന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സെൻസർ സ്ഥാപിക്കുക. ഉദാഹരണം പറഞ്ഞാൽ പീസോമെട്രിക് സെൻസറുകൾ. അപ്പോൾ അവയ്ക്ക് കൃത്യമായിട്ട് മണ്ണിൻ്റെ അടിയിലുള്ള പ്രഷർ എത്രയാണെന്ന് മെഷർ ചെയ്യാൻ സാധിക്കും. ആ മെഷർ ചെയ്യുന്ന പ്രഷർ ഒരു ത്രെഷോൾഡിനപ്പുറം പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു കൺട്രോൾ റൂമിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ, അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യമാണ് ഭൂമിക്കടിയിൽ പാറകൾ തമ്മിൽ ഉരസുമ്പോഴോ അല്ലെങ്കിൽ പാറകൾക്ക് പൊട്ടലുകൾ സംഭവിക്കുമ്പോഴോ ക്രാക്കുകളൊക്കെ വീഴുന്ന സമയത്ത് അതിൽ നിന്ന് ബഹിർഗമിക്കുന്ന വാതകങ്ങൾ, പ്രത്യേകിച്ച് സൾഫർ ഡൈ ഓക്സൈഡ്, റഡോണുകൾ, ഇവയെല്ലാം കൃത്യമായിട്ട് നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിച്ചാൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുമോ എന്നുള്ള കാര്യം നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ സാധ്യമാണ്. ഇതിനെല്ലാം പുറമെ നമ്മുടെ പുഴകളിലും നദികളിലൊക്കെ ഈ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും പഠിക്കാൻ ഉതകുന്ന തരത്തിലുള്ള സെൻസറുകൾ വേണം. പ്രത്യേകിച്ച് ടർബിഡിറ്റി, അതുപോലെ തന്നെ എന്തെങ്കിലും പ്രത്യേക നേരത്തെ പറഞ്ഞ കോമ്പൗണ്ടുകളുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ pH വരുന്ന വ്യത്യാസങ്ങളോ, ഇതെല്ലാം തീർച്ചയായിട്ടും പഠന വിധേയമാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാത്തിൻ്റെയും കൂടെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു അവലോകനം വഴി നമുക്ക് എന്തെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും ഒരു ഇൻപുട്ട് നമുക്ക് കിട്ടാതിരിക്കില്ല. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്ര മില്ലി ലിറ്റർ മഴ പെയ്യുന്നെന്ന് മഴമാപ്പിനിയുടെ സഹായത്തോടെ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെ മാത്രം നമ്മൾ നോക്കിയിട്ടോ കാര്യമില്ല. ഇത്തരം സൂക്ഷ്മ കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും അനലൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടെക്നോളജീസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇന്ന് നമുക്കറിയാം ഇത്തരം ഡേറ്റകളെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാനോ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ടെക്നോളജികൾ അത്രയധികം വളർന്നിട്ടുണ്ട്. ഇപ്പം മൊബൈൽ ടവറിനെ റിലേ ചെയ്തോ അല്ലെങ്കിൽ സാറ്റലൈറ്റ് വഴിയോ ഒപ്റ്റിക്കൽ ഫൈബർ സംവിധാനങ്ങൾ വഴിയൊക്കെ റിലേ ചെയ്ത് വിടാം. ഇൻ കേസ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളാണെങ്കിൽ കൂടി ഇത്തരം സെൻസറുകൾ അടങ്ങുന്ന മൊഡ്യൂള് പ്രത്യേക ഒരു കെട്ടിടത്തിൽ സ്ഥാപിച്ച് സോളാർ പാനൽ വഴി പവർ ചെയ്ത് അത് നമുക്ക് ഉപഗ്രഹത്തിലേക്ക് അപ്ലിങ്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തരം ട്രാൻസ്മിഷൻ നടത്തേണ്ട ഡേറ്റകൾക്ക് MBPS GBPS ഡേറ്റ ട്രാൻസ്മിഷൻ ചാനലിൽ ആവശ്യം വരുന്നില്ല. ഏതാനും കിലോബൈറ്റ്സ് ഡേറ്റ മാത്രം, റോ ഡേറ്റ മാത്രം അയച്ചാൽ മതി. അപ്പോൾ ഇത്തരം ട്രാൻസ്മിഷൻ നടത്തുന്ന ഡേറ്റകളെ ഒരു കൺട്രോൾ റൂമിലേക്ക് എത്തിച്ച് നമ്മൾ ഈ ഡേറ്റ പ്രോസസ്സ് ചെയ്യാനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിങ്ങിൻ്റെയൊക്കെ ടെക്നോളജീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് എർലി വാർണിംഗ് നൽകാനുള്ള സിസ്റ്റം റെഡിയാക്കുകയും വേണം. ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് 5-10 മിനിറ്റ് മുമ്പോ അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പോ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ട് യാതൊരു പ്രയോജനം കാണത്തില്ല. ഏതാനും ആഴ്ചകൾക്കോ അല്ലെങ്കിൽ മാസങ്ങൾക്കോ മുമ്പോ ഒരു വാണിംഗ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു കുതിച്ചുചാട്ടം തന്നെയായിരിക്കും. ഇന്ന് നമുക്കറിയാം ശക്തമായ മഴയോ കാറ്റോ ഉണ്ടാകുന്നതിന് മുമ്പ് 3-4 മണിക്കൂർ മുമ്പ് നമ്മുടെ മൊബൈലിൽ മെസ്സേജ് വരുന്നുണ്ട്. നല്ല കാര്യം, തീർച്ചയായിട്ടും അത് ടെക്നോളജിയുടെ ഒരു വളർച്ച തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എൻ്റർടൈൻമെൻറ്റിനും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനും വിപണിയിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ടെക്നോളജിനെ തീർച്ചയായിട്ടും കാലാവസ്ഥ പ്രെഡിക്റ്റ് ചെയ്യാനും അതുപോലെ ദുരന്തങ്ങൾ നേരത്തെ മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി അത് എത്രയും പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാനും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുമുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അത് ആവർത്തിച്ചാൽ തന്നെ മനുഷ്യനാശം കുറയ്ക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഇതുപോലുള്ള ടെക്നോളജികളെ പറ്റിയുള്ള ഗവേഷണം നല്ല രീതിയിൽ നടത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി റിസർച്ച് സെൻറ്ററുകൾ അല്ലെങ്കിൽ സെൻസർ ടെക്നോളജികൾ, പലതരത്തിലുള്ള ടെക്നോളജികളിലൊക്കെ ഏകോപനം, ഇതെല്ലാം കൃത്യമായിട്ട് നടന്നു പോകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെൻറ് അതിൽ മുൻകൈ എടുക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് നമ്മളെക്കൊണ്ടാവുന്ന സഹായം, അത് എത്ര ചെറുതോ വലുതോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല എങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് സഹായങ്ങൾ ചെയ്യാം, സന്നദ്ധ സംഘടനകളെ ആശ്രയിക്കാം. എന്തുതന്നെയായാലും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പുണ്യപ്രവർത്തികൾ തീർച്ചയായിട്ടും ചെയ്യുക. ഒരുപക്ഷെ ഞാനും നിങ്ങളൊക്കെ നാളെ ലോകത്ത് കാണണമെന്നില്ല. നമ്മൾ ഇന്ന് ചെയ്യുന്ന നല്ലൊരു പ്രവൃത്തിയായിരിക്കും നമ്മുടെ കയ്യൊപ്പായിട്ട് നാളെ ലോകത്തിൽ അവശേഷിക്കുക.